നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ അന്താരാഷ്ട്ര മത്സരങ്ങളുടെ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ അർജൻറ്റീന 2 മത്സരങ്ങൾ കളിക്കുന്നുണ്ടല്ലോ. ഒന്ന് മൗറിത്താനിയക്കെതിരെയും മറ്റൊന്ന് സാംബിയക്കെതിരെയും. ആ മത്സരങ്ങൾക്കായിട്ട് പ്രഖ്യാപിച്ച അർജൻറ്റീന സ്ക്വാഡിൽ ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുകയാണ് കോച്ച് ലയണൽ സ്കലോനി. അത് ഒരു താരത്തിന് പരിക്ക് പറ്റിയിരിക്കുന്നു, പകരം മറ്റൊരു താരത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതായത് ലിയനാർഡോ ബലേഡിക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു. അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റിയതാണെന്ന് എഫ് ഒഫീഷ്യലി അറിയിക്കുന്നു. പകരം ലൂക്കാസ് മാർട്ടിനസ് കോർട്ടയെ ഇപ്പോൾ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ സെലക്ഷൻ അർജൻറ്റീന ഒഫീഷ്യലി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ മൊണ്ടീലിന് കഴിഞ്ഞ ദിവസം പരിക്ക് പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു ഫൈനൽ തീരുമാനം ഇതുവരെ എഫ് അറിയിച്ചിട്ടില്ല. ഏതായാലും അർജൻറ്റീന ടീം അംഗങ്ങൾ ഓൾറെഡി പലരും ഇപ്പോൾ ക്യാമ്പിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. റോദ്രിഗോ ഡിബോള്, അതുപോലെ തന്നെ മറ്റ് ചില താരങ്ങളൊക്കെ അലക്സിസ് മാക്കലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ്, ഇങ്ങനെയുള്ളവരൊക്കെ ഓൾറെഡി സ്ക്വാഡിലെത്തിക്കഴിഞ്ഞിട്ടുണ്ട്, ക്യാമ്പിലെത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അർജൻറ്റീനയുടെ ഷെഡ്യൂൾ, ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട ഷെഡ്യൂൾ എഫ് എ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഇന്ന് താരങ്ങളെല്ലാം എത്തും. അങ്ങനെ ഇന്ന് പ്രത്യേകിച്ച് പരിശീലനം കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ ആയിരിക്കും. നാളെ ആഫ്റ്റർനൂൺ ട്രെയിനിങ് ഉണ്ട്. പിന്നെ ബുധനാഴ്ച അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ ട്രെയിനിങ് ഉണ്ട്. വ്യാഴാഴ്ച ലയണൽ സ്കലോനിയുടെ പ്രസ് കോൺഫറൻസ് ഉണ്ടായിരിക്കും. അതിന് ശേഷം ആഫ്റ്റർനൂണിൽ ട്രെയിനിങ്ങും ഉണ്ടായിരിക്കും. പിന്നെ ഫ്രൈഡേ മാർച്ച് 27-നാണ് മൗറിത്താനിയക്കെതിരെയുള്ള മത്സരം നടക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.